കൊട്ടിയൂരേക്കുള്ള യാത്രയുടെ സെക്കൻഡ് എപ്പിസോഡാണ്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിലേക്ക് നമ്മൾ തിരുനെല്ലിയിൽ പിതൃതർപ്പണത്തിന് പോയ കുറച്ച് വീഡിയോസും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് തിരുനെല്ലിയിലേക്കുള്ള യാത്ര. കണ്ടോ, അമ്പലത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മൾ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി മേളിലെത്തുമ്പോഴാണ് അമ്പലം. മഹാവിഷ്ണു ക്ഷേത്രമാണ് അവിടെ ചെല്ലുന്നത്. അപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. തിരുനെല്ലി എന്ന് പറഞ്ഞാൽ പിതൃതർപ്പണത്തിന് ഭയങ്കര പേര് കേട്ട ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെയാണ് നമ്മൾ ബലി ഇടുന്നത്. ഇതാണ് പാപനാശിനി. ഇവിടെ പാപനാശിനിയിൽ കുളിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തിലെ പാപങ്ങളെല്ലാം തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്നെല്ലാം എല്ലാവരും കുളിച്ച് പാപനാശിനിയിൽ കുളിച്ചിട്ട് നമ്മൾ ബലിയിട്ടു തർപ്പണം ചെയ്ത് ആണ് നമ്മൾ പിന്നെ കൊട്ടിയൂരേക്ക് യാത്ര തിരിച്ചത്. അവിടുത്തെ ആ പാപനാശിനി ആ ഒരു കാനന ഭംഗിയാണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ തിരുനെല്ലിയിൽ നിന്ന് നമ്മൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ്. കൊട്ടിയൂരേക്കുള്ള യാത്രയാണ്. ഭക്തിസാന്ദ്രമായ ഗാനങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ടായിരുന്നു നമ്മൾ കൊട്ടിയൂരേക്കുള്ള യാത്ര. കൊട്ടിയൂരേക്കുള്ള യാത്രയിലുണ്ടല്ലോ ഇരുവശങ്ങളിലുമുള്ള കാനന ഭംഗി കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ചുരമൊക്കെ കയറിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പാൽച്ചുരം കയറാൻ പറ്റിയില്ല, കാരണം പാൽച്ചുരത്തിൽ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് പോലീസ് കൺട്രോൾ ചെയ്തേക്കുമായിരുന്നു. നമുക്ക് അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ മറ്റൊരു കാട്ടുവഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കൊട്ടിയൂർ എത്തിയപ്പോഴേക്കും മഴയുടെ അകമ്പടി ഉണ്ടായിരുന്നു. ഇതാണ് ബാവാലിപ്പുഴ. ആദ്യം നമ്മൾ അക്കരെ കൊട്ടിയൂരേക്കാണ് പോയത്. കണ്ടില്ലേ, പാലം കണ്ടില്ലേ, നിറയെ ആളുകൾ അക്കരയ്ക്കും ഇക്കരയ്ക്കും യാത്ര ചെയ്യുന്നുണ്ട്. നിറയെ ആളുകളായിരുന്നു. ദർശനം കഴിഞ്ഞവർ നമ്മൾ ഇക്കരെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് നമ്മൾ തിരിച്ച് പോരുന്നത്. ശരിക്കും ഒരു ഭയങ്കരമായൊരു നിർവൃതി തന്നെയാണ് കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം സാധിച്ചെടുത്തപ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരു ഭയങ്കരം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചെത്തിയ ഇടം കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു. പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലം. വലിപ്പ ചെറുപ്പമില്ലാതെ ഒന്നുമില്ലാതെ നമുക്ക് ഇവിടെ താൽക്കാലികമായിട്ട് കെട്ടിയുണ്ടാക്കിയ കുറേ ഭക്ഷണശാലയും യാഗശാലകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഓഫീസുകളും എല്ലാം, തന്ത്രിയുടെയും എല്ലാം ഓഫീസുകളെല്ലാം എല്ലാം ആ ഒരു ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ ഭഗവാനെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പം വല്ലാത്തൊരു ഫീല് തന്നെയാണ്. വലിയൊരു ജനസഞ്ചയത്തെ ശരിക്കും പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയതെങ്കിലും ശരിക്കും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അധിക സമയം നിൽക്കേണ്ടി വന്നില്ല ദർശനത്തിനായിട്ട്. ശരിക്കും 20 എത്രയോ യാഗശാലകളുണ്ട് അവിടെ കേട്ടോ. നമുക്ക് കറക്റ്റ് എണ്ണം കിട്ടിയില്ല. ഒരാൾ പറഞ്ഞു തന്നു 22 28 കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ട് ആർക്കും ഓർമ്മയില്ല. അത്രയും യാഗശാലകൾ അവിടെ പണിതിട്ടുണ്ട്. ഈ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണല്ലോ. ഈ ഒരു വൈശാഖ മാസത്തിൽ മാത്രം ആണ് ഇവിടെ ഇത്രയും ആഘോഷങ്ങളെല്ലാം ഉള്ളത്. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് നമ്മൾ ഒരു മണിക്കൂറോളം നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. സാധാരണ 6-7 മണിക്കൂർ നിൽക്കുന്ന ഒരു ക്യൂവിലാണ് നമ്മൾ ഈ 1 മണിക്കൂർ നിന്ന് തൊഴാൻ പറ്റിയത്. ശരിക്കും വൈകുന്നേരം ഒരു 4 മണിക്ക് നമ്മൾ ക്യൂവിൽ കയറിയിട്ട് 5 മണിയായപ്പോഴത്തേക്കും നമ്മൾ തൊഴുത് കഴിഞ്ഞു. ഇതായിരുന്നു ഒരു ഇത് കണ്ടില്ലേ, ജനസമുദ്രം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഓരോ യാഗശാലകളും കടന്നാണ് നമ്മൾ അതിലേക്ക് ആ ക്യൂവിൽ നിന്നാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നത്. ഇതാണ് ഒരു മുഴുവനായിട്ടുള്ള ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ നമ്മൾ മണിത്തറയിലെ ഭഗവാനെ കണ്ട് തൊഴുത്, ഭഗവതി സങ്കല്പത്തെയും കണ്ട് തൊഴുതു, വാളറയിലും പോയി തൊഴുത് പ്രദക്ഷിണം വെച്ചു. ഇതുപോലെ കണ്ടല്ലോ, ഇതേ രീതിയിൽ നമ്മൾ പ്രദക്ഷിണം വെച്ച് കയറി വന്നു ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. എന്തോ ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്തിയ ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇതൊന്ന് പോകണം എന്നുള്ളത്. അത് ശരിക്കും ദർശനം ഇന്ത്യ തന്നെയാണ് അത് സാധിച്ചു തന്നത്, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ തനിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിപ്പെടാനും ഒക്കെ ഭയങ്കര പാടാണ്. ഇതിപ്പോൾ നമ്മളൊരു ടീമിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ലേഡീസ് തന്നെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനില്ലാതെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇക്കരെ കൊട്ടിയൂർ വന്നു കേട്ടോ. ഇത് ഇക്കരെ കൊട്ടിയൂർ ഭഗവാന്റെ അടുത്താണ് വന്നത്.
അവിടെയും കയറി ഭഗവാനെ ദർശിച്ചിട്ടേ നമ്മൾ പോകാൻ പാടുള്ളൂ. അവിടെ വന്ന് തൊഴുതു, ഭഗവാനെ കണ്ടു, ദർശനം നേടി നമ്മൾ തിരിച്ച് പിന്നെ കുറേ സമയം നമുക്ക് ഉണ്ടായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. നമ്മളൊരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ബസ്സിൽ കയറിയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളതിലൂടെ ഓടപ്പൂ എന്നുള്ള സങ്കല്പമുണ്ടല്ലോ, അതിൻ്റെ കഥകളെല്ലാം യൂട്യൂബ് വീഡിയോസിലുണ്ട്. ഓടപ്പൂവിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അതിൻ്റെ കഥ ഐതിഹ്യവും എല്ലാം ഉണ്ട് കേട്ടോ, യൂട്യൂബ് വീഡിയോസിലുണ്ട്. ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് റോഡാ, ഇതിന്റെ റോഡാ. എന്നിട്ട് അത് ഇതിന്റെ പാകത്തിന് വെട്ടി അതിന്റെ പച്ചത്തൊലി കളഞ്ഞ് ഇങ്ങനെ കളയുന്നു. കളഞ്ഞ് ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ചുറ്റിക്ക് ഇടിക്കും. ഇടിയും കഴിഞ്ഞിട്ട് ഇത് ഒരു മുള്ളുണ്ട്, അത് വെച്ചിട്ട് ചീകുന്നു. ചീകി കഴിഞ്ഞ് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് പിഴിഞ്ഞ് ഇതെങ്ങനെ ആക്കി ഇതാ മറയ്ക്കുന്നു. പൂവാകും പോരെ. ഇത് 150 രൂപ. അങ്ങനെ ഓടപ്പൂവൊക്കെ വാങ്ങിച്ച് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. അപ്പോൾ ഇതാ 2 സൈഡിലും നിറയെ കടകളാണ് കേട്ടോ, ഒരുപാട് കടകളുണ്ട്. ഉത്സവ സീസൺ ആയതുകൊണ്ട്, ഉത്സവമാണല്ലോ, 1 മാസത്തെ ഉത്സവമാണ് അവിടെ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി വീണ്ടും യാത്ര തിരിച്ചു. മട്ടന്നൂരാണ് ഇന്നത്തെ സ്റ്റേ വന്നിരിക്കുന്നത്, ഇന്ന് അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ മട്ടന്നൂരിലേക്കുള്ള യാത്രയാണിത്. ഇനി ഒരു എപ്പിസോഡും കൂടെ ഉണ്ട്, 3ാമത്തെ എപ്പിസോഡ്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.